വിജയ് ന്യൂസിന്റെ ന്യൂസ് 11ലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കുറച്ച് കെഎസ്ആർടിസി. ഭരണാനുകൂല സംഘടനയുടെ എതിർപ്പിനിടെ സ്മാർട്ട് മീറ്റർ നടപടികൾക്ക് തുടക്കം. ബഫർ സോണുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഐക്യം ആവശ്യമാണെന്ന് രാഹുൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഭാരത് ജോഡോ യാത്രയെ പ്രശംസിച്ച് കപിൽ സിബൽ. കോമൺ മൊബിലിറ്റി കാർഡ് അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. 2024 നരേന്ദ്രമോദി തന്നെ ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഉത്തർപ്രദേശിലെ അലഹദാബാദ് ഷാദി മസ്ജിദ് പൊളിച്ചു നീക്കുന്നു. കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിൽ കാണികൾ കുറഞ്ഞതിൽ ബിസിസിഐക്ക് അതൃപ്തി. ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കി അമ്പലപ്പുഴ സംഘം മടങ്ങിയെത്തി. 100 കോടി പിന്നിട്ട് തുനുവിന്റെ കുതിപ്പ്. ആഗോള ബോക്സ് ഓഫീസിൽ അജിത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റ്. ഹോക്കി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. കോവിഡ് മരണനിരക്കുകൾ പുറത്തുവിട്ട ചൈനയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് ലോകാരോഗ്യ സംഘടന. വാർത്തകൾ വിശദമായി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിലും കെഎസ്ആർടിസി കുറവ് വരുത്തി. പെട്രോൾ പമ്പുകളിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്നവരുടെ വേതനം വെട്ടിക്കുറച്ചു. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നവർക്ക് 715 രൂപയായിരുന്നു പ്രതിദിന വേതനം. എന്നാൽ ഇത് 500 രൂപയാക്കി പുനർനിർണയിച്ചു നൽകി. കഴിഞ്ഞ 11-ന് കെഎസ്ആർടിസി ചീഫ് അക്കൗണ്ട് ഓഫീസർ ഇറക്കിയ സർക്കുലറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇത് കെഎസ്ആർടിസിയുടെ ഫ്യൂവൽ ഔട്ട്ലെറ്റുകളിൽ തൊഴിൽ ചെയ്യുന്ന നൂറുകണക്കിന് താൽക്കാലിക ജീവനക്കാർക്ക് തിരിച്ചടിയായി. ഭരണാനുകൂല സംഘടനയുടെ എതിർപ്പിനിടെ ആദ്യഘട്ട സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. 200 യൂണിറ്റിന് മുകളിൽ പ്രതിമാസ ഉപഭോഗമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും മറ്റുമാണ് മീറ്റർ ഘടിപ്പിക്കാനൊരുങ്ങുന്നത്. 37 ലക്ഷം മീറ്ററുകൾക്ക് 14 വൈദ്യുതി ഡിവിഷനുകളിലായി സ്ഥാപിക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ REC പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്കാണ് നടത്തിപ്പ് ചുമതല. 2ാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സ്മാർട്ട് മീറ്റർ പദ്ധതി. ബഫർ സോണുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും ബഫർ സോൺ നിശ്ചയിച്ച കോടതി വിധിയിൽ ഇളവാണ് കേന്ദ്രവും കേരളവും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം വിശദമായി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള വിധി കരട് വിജ്ഞാപനത്തിന് ബാധകമാകരുതെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെ പ്രശംസിച്ച് മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. രാജ്യത്ത് ഐക്യം ഉറപ്പാക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങളെ ബോധവാന്മാരാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതര ഘടകങ്ങളുടെ പിന്തുണ ലഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് കപിൽ സിബലിന്റെ പ്രതികരണം. ഭാരത് ജോഡോ യാത്ര പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ്. സമൂഹത്തിലെ വ്യത്യസ്ത ഘടകങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞെന്നും രാജ്യത്ത് ഐക്യം ഉറപ്പാക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെന്നും കപിൽ സിബൽ പറഞ്ഞു. കോമൺ മൊബിലിറ്റി കാർഡ് അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. യാത്ര ചെയ്യണമെങ്കിൽ കയ്യിൽ പണം കരുതിയേ പറ്റൂ എന്നുള്ളതിന് പരിഹാരമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. UP സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഡൽഹി മെട്രോ ട്രെയിനിന്റെ മാതൃകയിൽ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് സംവിധാനം നടപ്പാക്കും. വൺ നാഷൻ വൺ കാർഡ് പ്രോഗ്രാമിന് കീഴിൽ ജനുവരി 19-ന് ഈ കാർഡ് ലോഞ്ച് ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാവും കാർഡ് ഉദ്ഘാടനം ചെയ്യുക. 2024 നരേന്ദ്രമോദി തന്നെയായിരിക്കും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അടുത്ത തവണയും മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും വ്യക്തമാക്കി. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ തുടക്കമിട്ട പ്രധാനമന്ത്രി ചർച്ചയോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്നതാണ്. ഗുജറാത്തിലെ ജനങ്ങൾ സംസ്ഥാനത്ത് റെക്കോർഡ് സീറ്റുകൾ നേടി അധികാരം നിലനിർത്താൻ BJPയെ സഹായിച്ചു. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് മറുപടി നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു. ഉത്തർപ്രദേശിലെ അലഹദാബാദ് ഷാഹി മസ്ജിദ് പൊളിച്ചു നീക്കുന്നു. പ്രയാഗ്രാജ് ഹാൻഡിയ ദേശീയ പതാകയ്ക്ക് വീതി കൂട്ടുന്നതിന് വേണ്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് പള്ളി പൊളിക്കുന്നത്. പള്ളി പൊളിക്കുന്നതിനെതിരെ മസ്ജിദ് ഇമാം നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് തിരക്കിട്ട നടപടി. പള്ളി പൊളിച്ചു നീക്കിയാൽ മാത്രമേ റോഡ് വികസനം സാധ്യമാകൂ എന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്.
പള്ളി പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്ത് വൻ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ-ശ്രീലങ്ക ഏകദിനത്തിൽ കാണികൾ കുറഞ്ഞതിൽ BCCIക്ക് അതൃപ്തി. അന്താരാഷ്ട്ര മത്സരങ്ങൾ അനുവദിക്കുമ്പോഴെല്ലാം കേരളത്തിൽ പലവിധ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതിൽ BCCI അതൃപ്തരാണെന്ന് KCCI വൃത്തങ്ങൾ പറഞ്ഞു. ടിക്കറ്റിന്റെ വിനോദ നികുതി തിരുവനന്തപുരം കോർപ്പറേഷൻ 5% നിന്നും 12% ഉയർത്തിയിരുന്നു. ഇതുവഴി നല്ലൊരു വരുമാനം നേടാമെന്ന കോർപ്പറേഷന്റെ കണക്കുകൂട്ടലുകളും പൊളിഞ്ഞു. ക്രിക്കറ്റ് കാണുകയായിരുന്നില്ല, ക്രിക്കറ്റ് ഹർത്താലായിരുന്നു ജനങ്ങൾ ആചരിച്ചതെന്ന് വരെ വിമർശനമുണ്ടായി. 40,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വരെ 6,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. വിനോദ നികുതി കുത്തനെ കൂട്ടിയ വിവാദത്തെ തുടർന്ന് ടിക്കറ്റ് വിൽപ്പന കുത്തനെ ഇടിഞ്ഞതിന്റെ ആശങ്ക BCCI കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി പങ്കുവച്ചു. 10 നാൾ നീണ്ട ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കി അമ്പലപ്പുഴ സംഘം മടങ്ങിയെത്തി. ഇന്നലെ വൈകിട്ട് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്ന അമ്പലപ്പുഴക്കാരുടെ ശിവേലി എഴുന്നള്ളത്തിന് ശേഷം തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച ശേഷം മടക്കയാത്ര ആരംഭിച്ചു. ജനുവരി 5-ന് കെട്ടുനിറച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി 6-ന് യാത്ര ആരംഭിച്ച സംഘത്തിന് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി. അജിത് കുമാർ നായകനായ തുനിവ് റിലീസ് ദിവസം മുതൽ ബോക്സ് ഓഫീസ് ആധിപത്യം തുടരുകയാണ്. ആദ്യ ദിനം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷൻ എടുത്താൽ 50 കോടി കടന്ന തുനിവ് 4-ാം ദിവസത്തെ തന്നെ 100 കോടി കടന്നുവെന്നാണ് വിവരം. വിനോദ് സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ചിത്രം ജനുവരി 11-നാണ് റിലീസ് ചെയ്തത്. അന്താരാഷ്ട്ര ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ അജിത് പടം എന്ന നേട്ടത്തിലാണ് തുനിവ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹോക്കി ലോകകപ്പിൽ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. ഇംഗ്ലണ്ടാണ് ഇന്ത്യയെ സമനില തളച്ചത്. ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യ ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ തോൽപ്പിച്ചിരുന്നു. ഇംഗ്ലണ്ട് വെയിൽസിനെ തോൽപ്പിച്ചാണ് എത്തുന്നത്. 4 പോയിന്റുള്ള ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ മുന്നിലാണ്. ഇന്ത്യ 2-ാം സ്ഥാനത്തും. ഗോൾ ശരാശരിയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇംഗ്ലണ്ട്. കോവിഡ് അനുബന്ധ മരണനിരക്കുകൾ പുറത്തുവിട്ട ചൈനയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് ലോകാരോഗ്യ സംഘടന. കോവിഡ് അനുബന്ധ മരണങ്ങൾ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച ചൈനയെ പ്രശംസിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ അദനോം പറഞ്ഞു. ചൈനയോട് കണക്കുകൾ പുറത്തുവിടണമെന്ന് തുടർച്ചയായി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടതിനെ പ്രശംസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ന്യൂസ് 11 ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.